ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാതിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM വിലയിരുത്തൽ. പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ വൈകിയതിന്റെ പ്രത്യാഘാതത്തെപ്പറ്റി ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് വിലയിരുത്തൽ നടന്നത്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഈ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം അതിശക്തമായി സ്വർണ്ണക്കവർച്ച കേസാണ് LDFനെ തറപറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ CPM ചില വിലയിരുത്തലുകളൊക്കെ നടത്തുകയാണ്. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാതിരുന്നത് ശരിയായില്ല എന്നുള്ള വിലയിരുത്തൽ CPMൽ ഉണ്ടായിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായി. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി അത് CPMനെ കടുത്ത പ്രതിരോധം തീർത്തു എന്നുള്ളതാണ്. തറ പറ്റിക്കുന്നതിൽ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയം കാരണമായെന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ CPM പത്തനംതിട്ട ജില്ലയിലെ അംഗം കൂടിയാണ്. ഈ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ CPMന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. അതായത് വൈകിപ്പിച്ചത് അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ അത് പ്രചാരണ ആയുധമാക്കി. സംഘടനാ വീഴ്ചയുണ്ടായി. അതായത് ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അത് സംഘടന കൃത്യമായിട്ട് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള വിലയിരുത്തലുണ്ട്. അതുതന്നെ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് തിരിച്ചടി ഉണ്ടായി എന്നുള്ള വിമർശനങ്ങൾ കൂടി യോഗത്തിലുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ വന്നു. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് വന്നു. എന്നാൽ അപ്പോഴും പാർട്ടി മൗനം തുടരുകയാണ് ചെയ്തത്. നടപടി സ്വീകരിക്കുന്നത് ഈ മൗനം വലിയ പതനത്തിലേക്ക് CPMനെ നയിച്ചിട്ടുണ്ട്. നേരത്തെ ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വിലയിരുത്തലാണ് CPM സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വിരുദ്ധമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി ഒരു കാരണം പറയുക, അതിൽ ഭരണവിരുദ്ധ വികാരം എന്നത് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് മറികടന്നുകൊണ്ട് പതിവിൽ നിന്ന് വിരുദ്ധമായി ജില്ലാ കമ്മിറ്റികൾ ഈ നിലപാടിനെ അതിശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യം, ഭരണവിരുദ്ധ വികാരം, സ്വർണ്ണക്കവർച്ച, ഈ രണ്ട് കാര്യങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് വളരെ പ്രതികൂലമായ വിധത്തിൽ ബാധിച്ച ഘടകങ്ങൾ. ഇത് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. പക്ഷേ വിവിധ ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അലയടിച്ചത് എന്നതാണ്. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ചില പരാമർശങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ചെറിയ രീതിയിലെങ്കിലും ചെറിയ പ്രതികരണങ്ങൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം കണ്ടതാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാർട്ടി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിരുത്തലിന് തയ്യാറാകുന്നുണ്ടോ വീണ? ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ചില തെറ്റുതിരുത്തലുകൾക്ക് വിധേയമാകുകയാണ് പാർട്ടി. വീണ, തുടരൂ. നീലിമ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നത്. കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയം, ഒരു കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അത് തിരിച്ചടി ഉണ്ടായെന്നുള്ള കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ വിലയിരുത്തിയതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആഴത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് കടന്നപ്പോൾ ശബരിമല കേസിലെ പ്രതി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം തന്നെ CPM പത്തനംതിട്ട ജില്ലയിലെ അംഗവുമായിരുന്ന പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിരുന്നു. SIT സംഘം അറസ്റ്റ് അടക്കം ചെയ്തു. തെളിവുകളടക്കം ലഭിച്ചിട്ട് പോലും നടപടി സ്വീകരിക്കുന്നതിൽ പാർട്ടി വൈകിപ്പിച്ചു. ആ വൈകൽ, പാർട്ടിയുടെ അത്തരത്തിലുള്ള ഒരു മനോഭാവം അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു, പാർട്ടിയുടെ പരാജയത്തിലേക്ക് നയിച്ചു എന്നാണ് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തിയത്. സംഘടനാ തലത്തിൽ വലിയ വീഴ്ചയുണ്ടായി. ഇത് പരിഹരിക്കുന്നതിൽ പ്രാദേശിക തലത്തിൽ സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിലെ തിരിച്ചടി പാർട്ടി ഗൗരവത്തോടു കൂടി വിലയിരുത്തുന്നു എന്നാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ പറഞ്ഞത്. അതായത് തുടർ ഭരണങ്ങൾ ഉണ്ടായിരുന്ന പ്രാദേശിക തലത്തിലെ
ഭരണങ്ങൾ പഞ്ചായത്തിലെയും ഒപ്പം തന്നെ നഗരസഭകളിലേക്ക് ഭരണം കൈവിട്ടു പോകുന്നതിൽ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയം കാരണമായി തീർന്നു. ആ ഒരു കവർച്ച തിരിച്ചടി നൽകി എന്നുള്ളൊരു ഉത്തമ ബോധ്യം പാർട്ടിക്കകത്തെ സഖാക്കൾക്കുണ്ട്. അത്തരത്തിലുള്ള ചർച്ച തന്നെയാണ് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. നാളെയും സമിതി യോഗം തുടരുന്നുണ്ട്. നാളെയും മറ്റന്നാളുമായി സമിതി യോഗം തിരുവനന്തപുരത്ത് നടക്കും. ഇന്ന് ചേർന്ന യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട് തിരുത്താൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് കൂടി ആരംഭം കുറിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ പ്രാദേശിക തലത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതിച്ഛായ അതെങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഴമേറിയ ചർച്ചകളിലേക്കും പാർട്ടി കടക്കുന്നു എന്നാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയം പാർട്ടിക്ക് തീർത്ത പ്രതിരോധം ചെറുതല്ല. സഖാക്കളുടെ പങ്കടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കേസിന്റെ അന്വേഷണം പോകുമ്പോൾ മറുഭാഗത്ത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് MLAയും അന്നത്തെ ദേവസ്വം മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലെ ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പേരുകൾ പലതവണ ആവർത്തിച്ച് പറയുമ്പോൾ പോലും SIT സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും ജനം TV അടക്കം വാർത്തകളിലൂടെ നൽകുന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ പേരടക്കം ഉയർന്നു കേൾക്കുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം വിഷയങ്ങൾ പ്രാദേശിക തലത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നുള്ള ഭയാശങ്കയും സഖാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. മറുഭാഗത്ത് സഖാക്കൾ ന്യായീകരിക്കുന്നത് സംസ്ഥാനത്ത് ഈ ഭരണ തുടർച്ചയുമായി ബന്ധപ്പെട്ടുള്ള 10 വർഷത്തെ ഭരണ തുടർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ലെന്നൊരു ഭാഗത്ത് ആവർത്തിക്കുമ്പോൾ പോലും മറുഭാഗത്ത് യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണെന്ന് സഖാക്കൾക്ക് തന്നെ ചിലർക്ക് അഭിപ്രായമുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ള ആശയം കൂടി വരുന്നുണ്ട്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാലം എത്രയോ മുൻപ് നടക്കേണ്ടതായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ചയായതാണ് ഈ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാതെ സംരക്ഷിക്കുന്നു എന്ന്. വലിയ രീതിയിൽ തിരിച്ചടിയായ ഒരു സംഭവം തന്നെയാണ് ഇത്. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ ഈ നാളെ മുതൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ? വീണ, നിലവ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം സഖാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കണമെന്നുള്ളത്. കാരണം ഈ ഇത്തരത്തിലുള്ള നടപടി വൈകിപ്പിക്കുന്നതിൽ ഗൗരവപരമായിട്ടുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാതിരിക്കുന്നത് പാർട്ടിക്ക് അത് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അത് സഖാക്കൾക്കിടയിൽ പൊതുജനങ്ങൾക്ക് മധ്യത്തിലേക്ക് മറ്റു കാര്യങ്ങളുമായി ചെല്ലുമ്പോൾ ഇടപെടുമ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിക്കുകയല്ലേ, എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നില്ല, കടുത്ത നടപടികളിലേക്ക് പോകുന്നില്ല, സഖാക്കൾക്ക് അറിവില്ലേ എന്നുള്ള ചോദ്യങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉയരുമ്പോൾ പ്രാദേശിക നേതാക്കൾക്ക് ഉത്തരം മുട്ടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന് പരിഹാരം നാളെ തുടങ്ങുന്ന സംസ്ഥാന സമിതിയിലും സമാനമായ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. CPM-ൽ വിചാരണ കാലമാണ് വരാൻ പോകുന്നത്. നേതൃത്വത്തെ തിരുത്തി ജില്ലാ കമ്മിറ്റികൾ രംഗത്ത് വരുന്ന സാഹചര്യം. വിമർശനങ്ങളിൽ മുങ്ങി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരിക്കുകയാണ്. വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.